അധിക തീരുവ ചുമത്തി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കിയ ട്രംപ് ഭരണകൂടം വീണ്ടും ഇന്ത്യക്കെതിരെ പ്രതികാര നടപടികളുമായി മുന്നോട്ടു പോകുകയാണ്. ഇന്ത്യ ചൈന റഷ്യ ബാന്ധവവും യൂറോപ്യൻ വിപണി കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ശ്രമവും മുന്നിൽ കണ്ട് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് വൈറ്റ് ഹൌസ് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യുഎസിന്റെ തീരുവ ഭീഷണി മറികടക്കാൻ ഇന്ത്യ പുതുവഴികൾ തേടാതിരിക്കാനാണ് ഈ സമ്മർദ്ദ തന്ത്രം ട്രംപ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള ഉപരോധങ്ങളാണ് യുഎസ് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. യുഎസ് ചെയ്തതുപോലെ ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്താനും ട്രംപ് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യ യൂറോപ്പുമായി അടുക്കുന്നത് ഒഴിവാക്കാനും ഒപ്പം യൂറോപ്പ് ഇതുവരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയെ എതിർത്തിട്ടില്ല എന്നതും കണക്കിലെടുത്താണ് ട്രംപിന്റെ പുതിയ സമ്മർദ്ദ തന്ത്രം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനാണ് ട്രംപ് ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തിയത് എന്നത് മറ്റൊരു വസ്തുത. യുഎസിന്റെ തീരുവ ഭീഷണി മറികടക്കാൻ ഇന്ത്യ പുതിയ വിപണികൾ തേടിയിരുന്നു. ട്രംപിന്റെ സമാനമായ ഭീഷണി നേരിടുന്ന ചൈനയുമായി കൈകോർക്കലായിരുന്നു അത്. ഒപ്പം റഷ്യയും ഇന്ത്യക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. കൂടുതൽ വിപണി അവസരം ഇന്ത്യക്ക് റഷ്യയിൽ നൽകാമെന്ന വാഗ്ദാനവും നൽകി. അതിനിടെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ച അനുകൂലമായി കലാശിക്കുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇവയെല്ലാം വിജയിക്കുകയും ഇന്ത്യ പുതിയ വിപണികൾ കണ്ടെത്തുകയും ചെയ്യുന്നതോടെ അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ വർധനവ് വൃഥാവിലാകും. അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്നും ട്രംപിനും വൈറ്റ് ഹൌസിനും നന്നായി അറിയാം. ഇതിനിടയിൽ യൂറോപ്പിൽ പുതിയ വിപണി കണ്ടെത്താനും ഇന്ത്യ ശ്രമം നടത്തിയിരുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ സമ്മർദ്ദ തന്ത്രം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നതിനാണ് ഇന്ത്യക്ക് യുഎസ് അധിക തീരുവ ചുമത്തിയത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയതോ ഉക്രൈനിൽ യുദ്ധം നടത്താൻ റഷ്യയ്ക്ക് ഇന്ത്യ സാമ്പത്തിക സഹായം ചെയ്യുകയാണ് ഇതിലൂടെയെന്നും. അതേസമയം ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്. യൂറോപ്പും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നു. എന്നാൽ ചൈനയെയും യൂറോപ്പിനെയും ഒഴിവാക്കി ഇന്ത്യയെ മാത്രമാണ് ട്രംപ് തീരുവ ചുമത്തി ശിക്ഷിച്ചത്. ഇത് ഇരട്ട നീതിയാണ് എന്ന് ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ഇതുവരെ യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്യമായി എതിർത്തിട്ടില്ല. ഇന്ത്യക്കെതിരെ ഉയർന്ന തീരുവ ചുമത്തിയ ട്രംപിന്റെ തീരുമാനത്തെയും യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ തീരുവ ഭീഷണി മറികടക്കാൻ ഇന്ത്യയുടെ കയറ്റുമതി 40 രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇന്ത്യ ആലോചിച്ചിരുന്നു. UK, ജപ്പാൻ, സൗത്ത് കൊറിയ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, നെതർലാൻഡ്സ്, മെക്സിക്കോ, റഷ്യ, ബെൽജിയം, തുർക്കി, UAE, ഓസ്ട്രേലിയ തുടങ്ങിയ രാഷ്ട്രങ്ങളിലേക്ക് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ കയറ്റുമതി വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ഒപ്പം ചൈനയുമായി അസ്വാരസ്യത്തിലായിരുന്ന നയതന്ത്രം ഇന്ത്യ പുതുക്കുകയും ചെയ്തു. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ലൈനിലാണ് ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുത്തത്. കഴിഞ്ഞ ദിവസം മോദി ഷീ കൂടിക്കാഴ്ച തൃപ്തികരവുമായിരുന്നു. ഇന്ത്യ ചൈന വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുകയും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്താൽ അമേരിക്കയുടെ തീരുവ ഭീഷണിയെ ഒരു പരിധിവരെ മറികടക്കാൻ ഇന്ത്യക്കാകും. ഇത് ഇന്ത്യയുടെ വ്യാപാര സൂചികയിൽ പുതിയ മാറ്റങ്ങളും കൊണ്ടുവരും. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ട്രംപ് ഇന്ത്യക്കെതിരെ കൂടുതൽ പ്രതികാര നടപടികൾ ആലോചിച്ചു തുടങ്ങിയത്. ഒപ്പം റഷ്യയും ഇന്ത്യയുമായി സഹകരിച്ചാൽ ലോക ഭൂപടത്തിൽ ഇന്ത്യ ചൈന റഷ്യ ശാക്തീകരണത്തിന് അത് വഴിവെക്കുമെന്നും അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അതോടൊപ്പം തീരുവ വർദ്ധിപ്പിച്ചതിന് അമേരിക്കൻ ഫെഡറൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിനെ മറികടക്കാനും ട്രംപിന് വഴികൾ ആലോചിക്കേണ്ടതുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ വർധനവ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ടെക്സ്റ്റൈൽ കയറ്റുമതി വ്യാപാരത്തെയാണ്. അതിനാൽ ഗുണമേന്മയും പുതുമയുള്ളതുമായ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളിലൂടെ UK, ജപ്പാൻ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ വിപണിയിൽ വ്യക്തമായ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. നിലവിൽ ഇന്ത്യ 220 രാജ്യങ്ങളിലേക്ക് വസ്ത്രങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. പക്ഷേ 40 ഇറക്കുമതി രാഷ്ട്രങ്ങളാണ് ഈ വ്യാപാരത്തിലെ പ്രധാന താക്കോൽ. നിലവിൽ ഇവരുടെ ഇറക്കുമതി പങ്കാളിത്തം $590 ബില്യൺ ആണ്. ഇവരുടെ പങ്കാളിത്തം ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ കയറ്റുമതി വിപണിയിൽ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇന്ത്യ കണക്കുകൂട്ടുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്നും തങ്ങളോടേതിന് സമാനമായ തീരുവ ചുമത്തണമെന്നും അമേരിക്ക യൂറോപ്പിനോട് ആവശ്യപ്പെടുന്നത്. US വിപണിയിൽ മറ്റു രാഷ്ട്രങ്ങൾക്കുള്ള ആശ്രയം മുതലെടുത്ത് അവയെ വരുതിയിലാക്കാനാണ് ട്രംപിന്റെ ശ്രമം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിന് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് തീരുവ കൂട്ടിയത്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരും എന്ന നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ US അഗ്രി ബിസിനസിന് ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കാതെ മോദി ട്രംപിന്റെ സമ്മർദ്ദത്തെ ചെറുക്കാനാണ് സാധ്യത. അതേസമയം
റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്ക അതേ റഷ്യയുമായി വമ്പൻ വ്യാപാര ഡീലിന് ഒരുങ്ങുന്നത് ട്രംപിന്റെ ഇരട്ടത്താപ്പ് വെളിച്ചത്താക്കിയിരുന്നു. ഒപ്പം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്കെതിരെ അമേരിക്ക ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നത് ഇന്ത്യയോടുള്ള പ്രത്യേക വൈരാഗ്യമാണോ എന്നും കരുതേണ്ടതുണ്ട്. അതേസമയം അമേരിക്കയുടെ തീരുവ ഭീഷണിക്കെതിരെ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ചാൽ അതൊരു പുതിയ ശാക്തിക ചേരി രൂപം കൊള്ളലാകുകയും ചെയ്യും.